കളിച്ചുകൊണ്ടിരുന്ന 3 വയസ്സുകാരുടെ നേരെയാണ് സിംഹവാലൻ കുരങ്ങിന്റെ ആക്രമണമുണ്ടായത്. പുറത്തിനും കാലിനും പരിക്ക് പറ്റിയ കുട്ടിയെ ഇടുക്കി മെഡിക്കൽ കോളേജ് ICU വാർഡിൽ പ്രവേശിപ്പിച്ചു. കരച്ചിൽ കേട്ട് ഓടിയെത്തിയ കുട്ടിയുടെ വല്യച്ഛനാണ് കുട്ടിയെ കുരങ്ങിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. കുട്ടി ഇപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കുരങ്ങിന്റെ ആക്രമണത്തിൽ കുട്ടിയുടെ പുറത്ത് വലിയ രീതിയിലുള്ള മുറിവുകളും മറ്റും ഉണ്ടായിട്ടുണ്ട്. വനത്താൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് മക്കുവള്ളി. ഏതാനും നാളുകൾക്ക് മുമ്പാണ് ഇവിടെ ഒറ്റയാനായി സിംഹവാലൻ കുരങ്ങെത്തുന്നത്. എന്നാൽ ഇത് അക്രമാസക്തനാകുമെന്ന് കരുതിയിരുന്നില്ല. അക്രമകാരിയായി മാറിയ കുരങ്ങിനെ ജനവാസ മേഖലയിൽ നിന്ന് പിടിച്ചുമാറ്റുവാൻ നടപടിയുണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. മാതൃഭൂമി ന്യൂസ് ഇടുക്കി. ജെയിനസ് രാജു നമുക്കൊപ്പം വിവരങ്ങളുമായിട്ട്. ജെയിനി, സിംഹവാലൻ കുരങ്ങിനെ നമ്മൾ വളരെ കൗതുകത്തോടെ കാണുന്ന ഒരു മൃഗമാണ്. പക്ഷേ ഇതിങ്ങനെ ആക്രമിക്കുന്ന സംഭവങ്ങൾ അങ്ങനെ അധികം കേട്ടിട്ടുമില്ല. ഇതെങ്ങനെ സംഭവിച്ചു ജെയിൻ? ദിവിഷ്, കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ ഈ സിംഹവാലൻ കുരങ്ങ് ഈ മക്കുവള്ളി എന്ന പ്രദേശത്ത് എത്തിയിട്ട്. സാധാരണ ഈ സിംഹവാലൻ കുരങ്ങിനെ കാണുന്ന ഒരു പ്രദേശമല്ല. ഇടുക്കിയിലെ തേക്കടിയിലോ അല്ലെങ്കിൽ മറിയൂരിലെ ചിന്നാർ വന്യജീവി സങ്കേതത്തിലോ ഒക്കെയാണ് സാധാരണ ഈ സിംഹവാലൻ കുരങ്ങിനെയൊക്കെ കാണുന്നത്. ഈ മക്കുവള്ളി അത്തരത്തിലുള്ള ഒരു വനമേഖലയല്ല. വനത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് മക്കുവള്ളി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അപൂർവമായിട്ടാണ് ഈ കുരങ്ങ് ആദ്യം എത്തിയത്. ആ സമയത്തൊരു കൗതുകം ഉണർത്തുന്ന ഒരു കാഴ്ചയാണ്. സാധാരണ മറ്റു കുരങ്ങുകളെ പോലെയല്ല ഈ സിംഹവാലൻ കുരങ്ങ് ഈ ഉയരമുള്ള മരത്തിലാണ് പലപ്പോഴും കഴിയാറ്. അത് താഴേക്ക് അങ്ങനെ ഇറങ്ങി വരാറില്ല. ആളുകളെ കണ്ടാൽ അല്പ ദൂരം എപ്പോഴും പാലിക്കുന്ന ഒരു കുരങ്ങു കൂടിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്ന. 3 വയസ്സ് മാത്രമുള്ള ഈ കുട്ടി വീടിൻ്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഈ കുരങ്ങ് ഓടിയെത്തുകയും ഈ കുട്ടിയെ ആക്രമിക്കുകയുമാണ് ചെയ്തത്. ഈ സമയത്ത് കുട്ടിയുടെ മുത്തച്ഛൻ അതുവഴി എത്തുകയും അദ്ദേഹം കണ്ടതുകൊണ്ട് മാത്രമാണ് ഈ സിംഹവാലൻ കുരങ്ങിൻ്റെ ആക്രമണത്തിൽ നിന്ന് കൂടുതൽ പരിക്കുകൾ ഏൽക്കാതെ ഈ കുട്ടി രക്ഷപ്പെട്ടത്. ഇപ്പോഴും പരിക്ക് വളരെ ഗൗരവമുള്ള പരിക്കുകൾ തന്നെയാണ്. അന്ന് ഈ കുട്ടിയെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചതാണ്. ഇപ്പോഴും ആ ചികിത്സ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ നമ്മൾ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തെക്കുറിച്ച് പറയും. അത്തരത്തിലൊരു ആക്രമണമാണ് ഈ മക്കുവള്ളിയിൽ നടന്നത് എന്ന് പറയാം. എന്തായാലും ഒരു ഒറ്റ തിരിഞ്ഞുള്ള ഒരു സിംഹവാലൻ കുരങ്ങാണ്. അതിൻ്റെ കൂട്ടം തെറ്റി വന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനോ പ്രകോപനമോ ഒക്കെ ആ കുരങ്ങിലുണ്ടാകും. പക്ഷേ അതായിരിക്കും ഈ ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നാണ് കരുതുന്നത്. വനംവകുപ്പ് ഇനി ചെയ്യേണ്ടത് ഈ ഒറ്റപ്പെട്ടു പോയ ഈ സിംഹവാലൻ കുരങ്ങിനെ ഏറ്റവും പെട്ടെന്ന് ഈ ജനവാസ മേഖലയിൽ നിന്ന് പിടിച്ച് അതിന് വാസയോഗ്യമായിട്ടുള്ള മറ്റ് സമാനമായ ഇനത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഇതേപോലെയുള്ള സിംഹവാലൻ കുരങ്ങുകളുള്ള സുരക്ഷിതമായി കൂടി ചെയ്യാൻ കഴിയട്ടെ. അതിനെ എങ്ങനെയെങ്കിലും പിടികൂടി തിരിച്ചെത്തിക്കുക എന്ന് വളരെ വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. അത് സുരക്ഷിതമായി ചെയ്യുകയും വേണം.